ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കോഴിക്കോടാണ്. എല്ലാവർക്കും അറിയണ പോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലമായി മാറി. ലാസ്റ്റ് തീരെ വരാതെ കോഴിക്കോട് എപ്പോഴും നമുക്കിവിടെ പ്രോഗ്രാമുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സൈലം അവാർഡ്സിന് നമ്മളുണ്ടായിരുന്നു. അന്ന് പേളി ചേച്ചി, വിനീതേട്ടൻ, ഒരുപാട് ഗസ്റ്റുകളുണ്ടായിരുന്ന പരിപാടിയാണ്. അപ്പോൾ ഇപ്രാവശ്യം ഫുൾ ഗസ്റ്റുകളെ മാറ്റിയിട്ട് ഓരോരുത്തർക്ക് ടോവിനോ ചേട്ടൻ എല്ലാവരും മാറി. ഇപ്രാവശ്യം ആസിഫ് അലി, ബേസിൽ ജോസഫ്, അതുപോലെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ജോബേട്ടൻ വന്നു, ഫെജോ വന്നു, ഓരോരുത്തരും മാറി. പക്ഷേ കഴിഞ്ഞ ഗസ്റ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന അതേപോലെ തന്നെ അതിൽ കയറുന്ന ഒരാൾ നമ്മളാണ്. സോ കഴിഞ്ഞ പ്രാവശ്യം നമ്മളുണ്ടായി, ഇപ്രാവശ്യം നമ്മളുണ്ടായി. ഗസ്റ്റുകളൊക്കെ മാറിയപ്പോൾ നമ്മൾ മാറിയിട്ടില്ല. അതെനിക്കൊരു ആരാ നിഹാലുണ്ട്. അപ്പോൾ നിഹാല് കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ കൂടെ വീഡിയോ എടുക്കാൻ വന്ന് ഇപ്രാവശ്യം സ്റ്റേജിലും കയറിയിട്ട് നമ്മളെ പരിപാടിക്ക് ഇപ്പോൾ പോയിക്കണം. നിഹാലാണ് നമ്മളെ മുമ്പായിട്ട് കയറുന്നത് വ്ളോഗേഴ്സിൻ്റെ ലിസ്റ്റിൽ. ഇന്ദ്രജിത്ത് വ്ളോഗിയും നിഹാലും പിന്നെ കുറേ പേരുണ്ട്. അനാർക്കലി, അതുപോലെ തന്നെ നൂർജലീല, അതുപോലെ തന്നെ പിന്നെ ആരൊക്കെയാ, ഫെജോ, ജോബേട്ടന്, ഈഗിള്, പിന്നെ കുറേ ആൾക്കാരുണ്ട്, കുറേ ലിസ്റ്റുകളുണ്ട്. അപ്പോൾ എന്തായാലും കഴിഞ്ഞ വർഷത്തിൽ നിന്ന് മാറ്റില്ലാത്തൊരു ലിസ്റ്റ് നമ്മളതാണ്. അതിന് എനിക്ക് ബിഗ് താങ്ക്സ് പറയാനുള്ളത് സൈലം ലേണിങ്ങിനോടും അതുപോലെ തന്നെ അനന്തു ചേട്ടനോടും ലിജി സാറിനോടൊക്കെയാണ് കേട്ടോ. സോ അനന്തേട്ടനും ലിജി സാറൊക്കെയാണ് നമുക്ക് വീണ്ടും ഇങ്ങനെ സൈലത്തിൽ വരാനുള്ള അവസരങ്ങൾ ഒരുക്കി തരുന്നത്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യത്തെ പരിപാടിയും എപ്പോഴും നടക്കുന്ന പോലെ തന്നെ കാലിക്കറ്റ് ട്രേഡ് സെൻറ്ററിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ പരിപാടിക്ക് ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ ഇന്നലെ തന്നെ എത്തി. എനിക്ക് ചെമ്മാടി ഇന്നലെ പരിപാടി ഉണ്ടായിരുന്നു. മാഷാ അല്ലാ. ജസീം എന്താ പറയാനുള്ളത് നാട്ടുകാരെ കുറിച്ച്? അപ്പം ജസീമിൻ്റെ നാട്ടുകാരാണ് ചെമ്മാട്ടർ. ഞാൻ ചെമ്മാട് ജസീമിൻ്റെ വായിലൂടെ കുറേ കേട്ടിട്ടുണ്ടെങ്കിലും പോകാൻ പറ്റിയില്ല. മാഷാ അല്ലാ, ഇത്രയും സൂപ്പർ അടിപൊളി ലവിങ് കൈൻഡ് സപ്പോർട്ടിങ് ആയിട്ടുള്ള ഒരു ക്രൗഡിൽ വരാൻ പറ്റിയതിൽ അതിയായ സന്തോഷം. കാരണം ഓല് രാവിലെ ഒരു 9 മണി മുതൽ അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ ലേറ്റ് ആക്കിയിട്ടൊന്നുമില്ല. കറക്റ്റ് ടൈമിൽ 10-10:30 പറഞ്ഞു. 10:30 നമ്മളെത്തി. അങ്ങനെ കറക്റ്റ് ആ ടൈമിലെത്തി. നമ്മൾ കയറി. വൻ വെയിലുള്ള ടൈം. ഒന്നൊക്കെ പരിപാടി പെരും മഴയാവും, അല്ലെങ്കിൽ ഒടുക്കത്തെ വെയിലാവും. ഇതിൻ്റെ ഇടയിൽ കിട്ടൽ ഭയങ്കര കുറവാണ്. അപ്പം എന്നാലും അത്രയും വെയിലത്തും ഉമ്മമാർ, കുട്ടികൾ, ചെറിയ കുട്ടികൾ, ഇക്കാക്കന്മാർ, ചെക്കന്മാർ, ഇപ്പന്മാർ, അതുപോലെ തന്നെ ഫുൾ ഫാമിലീസ് എല്ലാവരും, കസിൻസ് ഗ്യാങ്, സ്കൂൾ പൂട്ടാണ്ട് കുറച്ച് കസിൻസ് ടീമൊക്കെ ഉണ്ട്. എല്ലാവരും എൻ്റെ ഈ സൈഡ് മുതൽ ഇങ്ങനെ റൗണ്ടിൽ ഷോപ്പിൻ്റെ മേലെ അവിടെ ഇവിടെ മേലെയും താഴെയൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായി. അപ്പോൾ ചെമ്മാടത്തെ എല്ലാവരോടും എൻ്റെ ബിഗ് താങ്ക്സ് ഇത്രയും സ്നേഹിക്കുന്നതിന്. ഇൻഷാ അല്ലാ ഞാൻ ഒറ്റക്കാണ് വന്നത്. ഞങ്ങൾ കൂട്ടമായിട്ട് വരാൻ ഇൻഷാ അല്ലാ പറ്റട്ടെ. KP-യും ഫാത്തിമയും ഈച്ചും ഹഫീം ബെഞ്ചിയും ഇപ്പച്ചിമ്മച്ചൊക്കെ ആയിട്ട് എന്തെങ്കിലും നിങ്ങളുടെ നാട്ടിലൊരു ഷോക്ക് നമുക്ക് വരാൻ പറ്റട്ടെ. കാരണം അത്രയും സപ്പോർട്ട് കിട്ടുമ്പോൾ നമുക്ക് അവിടെ അങ്ങനെ ഒരു ഷോക്ക് ചെയ്താലോ എന്ന് തോന്നിപ്പോവും. അപ്പം ചെയ്യാൻ പറ്റുമോ അല്ലേ ജസീമേ? അപ്പം ഇന്നത്തെ പരിപാടിക്കുള്ള രണ്ട് ഗസ്റ്റുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. What is the situation? അന്തം വിട്ട് കിളി മാറി. റെഡ് ബോൾ അടിച്ചോണ്ട് ഒരു സാറുണ്ട്. മൂക്ക് ക്ലിയർ ആയി. മെഡിക്കൽ സയൻസിനെ ചലഞ്ച് ചെയ്യിപ്പിക്കുന്ന രീതിയിലൊരു തീരുമാനമാണ് ഇപ്പോൾ പറഞ്ഞത്. റെഡ് ബോൾ കുടിച്ച് മൂക്ക് തുറന്നു ആദ്യമായിട്ടാവും. അപ്പോൾ അഫിൻ്റെ ക്ലാസ്സിലെ 24 hour ഫുട്ബോൾ ടൂർണമെൻറ്റ് കൂതരെ പരിപാടി ഉണ്ട് കേട്ടോ. എടുക്കാൻ പറ്റിയ നേരം നീച്ചൂട്ടാ. അപ്പം 24 hour ഫുട്ബോൾ ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നു അഫിക്ക് 2 ദിവസം മുമ്പ്. എത്ര മണിക്കൂറായിരുന്നു ആ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ്? 12 മണിക്കൂർ. ഓക്കെ അല്ല ഓക്കെ. എന്നിട്ടെന്താ നമ്മൾ ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് പോലും കയറിയില്ല. പക്ഷേ തോറ്റു. നമ്മള് ചെറിയ ടീം വെച്ചാണ്ട് പോകാൻ കളി. എന്നിട്ടാണ് അവിടെ അങ്ങനെ തിരക്കൂട്ടിന് പടക്കം പൊട്ടിച്ചത്. പക്ഷെ 4 വരെ നമ്മള് കളിച്ചിക്കണ്, 5 വരെ നമ്മള് കളിച്ചിക്കണ്. വരെ കളിച്ചു. പിന്നെ ഇന്ന ഒരു ഫൈനല് സെമി ഫൈനൽ ഉണ്ടായിനി. അത് കണ്ടാണ് പോകുന്നത്. പിന്നെ അത്രേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ കടന്നീനി വഞ്ചി വന്നപ്പോ. ആരാന്നിട്ട് കപ്പടിച്ചേ? അത് റയൽ മാഡ്രിഡ്. അതെന്താ പോലെ കണ്ടോ? റയൽ മാഡ്രിഡ് ആർസണലിനി. ആര് എല്ലാരും എത്തിയോ? മേലക്ക് വരണ്ട, അടിക്ക് വരാം. ഓക്കെ. അപ്പം എന്താണെന്നറിയില്ല, സൈലത്തിൻ്റെ പരിപാടിക്ക് പോകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഉഷാറ്. അർച്ചയൊക്കെ കല്യാണ പെരീന്ന് അങ്ങോട്ട് ഓടി പടച്ച് വന്നിട്ടേ അർച്ചയപ്പോൾ വിളിച്ചേ തായുണ്ട് പോണ്ടേയിരുന്നു. ഇതുവരെ എല്ലാവരുന്നോലൊക്കെ ഇപ്പം സൈലത്തിൻ്റെ പരിപാടി തുടങ്ങുന്നതിൻ്റെ മുന്നേ തൊട്ട് മുന്നായിട്ട് എന്ത് ചെയ്തു, അവരുടെ തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് വരികയാണ്. അപ്പം കാരണം
ഇത്രയും വലിയ പ്രോഗ്രാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പങ്കെടുത്തതിൽ ടൊവിനോ ചേട്ടന്, നെസ്ലന് ഒരുപാട് ആൾക്കാരുണ്ടായി. ഇപ്രാവശ്യം ചന്തുണ്ട്, പിന്നെ ആരൊക്കെയാ, ആസിഫ് അലി, ബേസിൽ ജോസഫ്, അനാർക്കലി, ഫെജോ, ജോബേട്ടൻ, ഷാനു, ജസീം, അപ്പൊ എല്ലാവരും ഉണ്ട്. എന്നിട്ടപ്പം യൂപ്ഷയിൽ നമ്മൾ പുറത്തു പോയി. പോട്ടെ, പിന്നെ ആ ഒരു മൂടാണത്. ഇന്നത്തെ നമ്മള് മാരി കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്? ഇത് കിടുക്കി മൂവായിരപ്പണ്ടേ, എത്ര? 3000 സ്പ്ലിറ്റ് എത്ര കിട്ടും? അല്ല ഇവിടുന്ന് 3000 ഹരിക്കണം 11. ഇല്ലേ, ഒരു മന്തി എല്ലാവർക്കും മന്തി പീസും കിട്ടും. ഹോസ്പിറ്റലിൽ എത്ര പോയി? ഹോസ്പിറ്റലിൽ ഇപ്പൊ എത്ര 600? മൊത്തം ഗവൺമെന്റ് ആശുപത്രി തുറന്നുണ്ടാവും ഗവൺമെന്റ് പ്രൈവറ്റ് ഇങ്ങനെ എന്നാല് 2 മൂക്കൊന്നും ഇങ്ങനെ ഞാൻ അന്തം വിട്ട്. എനിക്ക് അങ്ങനെ ഇതുവരെ 24 മണിക്കൂർ ഡിസംബറിൽ ഫുട്ബോൾ കളിച്ചാലേ നമ്മളവിടെ മണാലി നിൽക്കണേ. ഞാൻ ഒരു ജേഴ്സി ഒരു ടീഷർട്ടാണ് കൈ ഇങ്ങനെ വെച്ചാ കടന്ന്. കൂറ്റമ്പാറ പറഞ്ഞാൽ അങ്ങനെ തണുപ്പുണ്ടാവും. അപ്പം എന്തായാലും 3000 രൂപ പ്രൈസ് മണി കിട്ടുന്ന ടൂർണമെന്റിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പുറത്തായി. അപ്പുറം 150 അങ്ങോട്ട് പോയി. 3000 കിട്ടിയില്ല. എന്നിട്ട് പൂർണ്ണ വൈക്ക് ഹോസ്പിറ്റൽ ചിലവ് 600 കൂടി ചിലവായിട്ടാണ് ഈ ഒരു ടൂർണമെന്റിൽ വിജയിച്ച് അഫി നമ്മുടെ കൂടെ വന്നെത്തിയിരിക്കുന്നത്. അപ്പോൾ സൈലത്തിന്റെ പരിപാടിക്ക് ഇല്ല എന്നാണ് എന്നോട് പറഞ്ഞത്. അഫി ഇവിടെ കടന്നുറങ്ങിയായിരുന്നു. പക്ഷെ അഫി ഏത് പരിപാടിക്കും വരാത്തൊരു മനുഷ്യനാണ് കേട്ടോ. ഇത്രത്തോളം പരിപാടിക്ക് വരാത്ത ഒരാൾ എൻ്റെ കൂടെ വേറൊരാളില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ വരാത്തത്? എഡ്യൂക്കേഷൻ ഇനി ഞാൻ വരികയാണെങ്കിൽ ആർട്ടിസ്റ്റ് ആയിട്ട് വരുള്ളൂ പറഞ്ഞത്. അതെന്താ ഇപ്പൊ? അല്ലേ, അത് പരിപാടിക്കൊന്നും അങ്ങനെ ഗിറ്റാർ പഠിച്ചണില്ലേ? ഗിറ്റാർ ഉണ്ട്, പക്ഷേ നെഞ്ചുക്കുൾ പെയ്തിടും മാമലി കയ്യണ്ടില്ലേ? நானிது சொல்லியாக்கണോ നിങ്ങ എവ്വളോ ആളോ? ഇന്നലെ വിജയന്റെ പരിപാടി ഉണ്ടോ? നീ കച്ചേരി നീ കച്ചേരി മനസ്സുക്കുന്ന നന്ദി. വിജയ് ഇന്നലെ പറഞ്ഞു, ഒഫീഷ്യലായിട്ട് പറഞ്ഞു, ഇത് ആദ്യം ചെന്നൊരു പാട്ട് പാടുമ്പോൾ ഞങ്ങൾ വരും. അപ്പൊ ഷാനു റാപ്പ് ചെയ്യാൻ തുടങ്ങിട്ടോ. പുതിയ റാപ്പറാണ് ഷാനു റാപ്പറാന്ന് കരുതി ഇട്ട പേരാണ് ഇൻസ്റ്റഗ്രാമിൽ സാനു എന്നുള്ള പേര് കേട്ടോ. സമ്മതിച്ചോ? പിന്നെ അഫിയെ, എൻ്റെ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ട് എടുത്തോ. കാരണം നമ്മൾ നേരെ ഒന്നും കൊടുത്തിട്ടില്ല. കൊണ്ടുവരാനൊന്നും എൻ്റെ കയ്യിലില്ല, കൊണ്ടുപോകാനും ഒന്നും എൻ്റെ കയ്യിലില്ല. അതാണ് എൻ്റെ ജീവിതം. എന്നാലേ ഒരു ഇട്ട ഷൂട്ടോ, നമ്മൾ നേരെ വണ്ടിയിൽ പോകാവും. ഓക്കെ, വിഷു. അപ്പോൾ എന്തായാലും നമുക്ക് അടിയിൽ പോയിട്ട് ഞാൻ എൻ്റെ ബാഗ് എടുത്തിട്ടില്ല. വാ. ഹർഷയൊക്കെ വന്നാണ്. ഹലോ, മേലക്കാരൻ്റെ അടിക്ക് തന്നെ ഇതാ. ഐ ഓൺ ഗോയിങ് ആക്കല്ലേ? മനസ്സിലും പോരും. നമ്മള് വരുന്നുണ്ട്. നിങ്ങൾ ഇനി വരും. ലാപ്പ് എടുത്തില്ലേ? എൻ്റെ റിങ് ഇഷ്ടമായോ? റിങ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടാ. ഗിഫ്റ്റ് ആരെങ്കിലും അപ്പൊ ഗിഫ്റ്റുകൾ ആരെങ്കിലും ദിമുണ്ട് ദിമ്മടാനേ ഞാനേ എന്താ പട്ടിരാജേ എല്ലാം കൂടി ഇടാന്. അപ്പൊ റിങ്സ് ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് റിങ്സ് ഗിഫ്റ്റ് ചെയ്യാം. എൻ്റെ അഡ്രസ്സിൽ റിങ്സ് ഗിഫ്റ്റ് ചെയ്യണവർക്ക് ഞാൻ എൻ്റെ അഡ്രസ്സ് പറഞ്ഞിരുന്നതാണ്. പക്ഷെ ഇവനെ വിളിച്ചാണ്ട് അഡ്രസ്സ് ചോദിക്കരുത്. ഓ എൻ്റെ അഡ്രസ്സ് അറിയില്ല. എൻ്റെ അഡ്രസ്സ് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഏത് ഇത് എൻ്റെ വെച്ചോട്ടെ. 3 കോടി, ഇത് 9 കോടി. ഇത് ഒറിജിനൽ തന്നെ. ടൊർണാഡോ അല്ല, അതേപോലത്തെ റിച്ചാർഡ് മില്ല് പോലത്തെ ഒരു ബ്രാൻഡാ. ഇത് ഒറിജിനലാ. നമ്മുടെ അടുത്തുണ്ട് റിച്ചാർഡ് മിൽ. റിച്ചാർഡ് മില്ല് പറഞ്ഞാൽ പൊടിമില്ലിന്റെ മില്ലാണ് അതിമുള്ളത്, മറ്റേ മില്ലല്ല. റിച്ചാർഡ് മില്ലിന് MILLE ഉണ്ടാവും.
ഇത് MILL മില്ല്, റൈസ് മിൽ, ഫ്ലോർ മില്ല് ഇല്ല. അത് ചെറിയ പൈസ ഉള്ളൂ, അധികം കുത്തിയിറക്കാനൊന്നും പറ്റില്ലല്ലോ. നമ്മള് നേരെ ഇതില് കേറട്ടോ. ഏതില്? അർബാനിയ. I like Albania. You like Albania? We have come Thailand. റൂം കൂട്ടി. ഹിൻലേഴ്സ്. കെൻസ് ധരിച്ചിരിക്കുന്നത് ഹിൻലേഴ്സിന്റെ മുൻപത്തെയും ആദ്യത്തെയും പര്യായങ്ങളിലൊന്നായ ഹിൻലേഴ്സ് റെഡ് ടീഷർട്ട്. ഹിൻലേഴ്സ് ഇറക്കിയതിൽ വെച്ച് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എൻ്റെ സ്വന്തം ടീഷർട്ട്. Come on. ബാ. ആ കറക്റ്റ് ടൈമാണോ? ഓൺ ടൈമാണോ? അപ്പോൾ നമ്മളെ സുഹൃത്തുക്കളും വൈകാട്ടികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഓൺ ടൈമിലെത്തി. ഒന്നുകിൽ അർഷി ഇങ്ങോട്ട് വന്നു, ഒറ്റക്ക് പോയി ഒരുമിച്ച് വന്നു. ഇല്ല, അപ്പം നബീല് പുതിയൊരു സ്റ്റൈലിൽ മുടി വെട്ടിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ എന്നോ പറയണല്ലേ, പറയണ്ടോ? താടി അതെ അവരോട് പറഞ്ഞേ കുറ്റിതാടി ഒക്കെ ഉണ്ടാകുന്നത്. ചാവി അല്ല, ഞാൻ പറയട്ടെ, ബാക്കി സാധനങ്ങളൊക്കെ വണ്ടി വെച്ചോ. ഹായ്, എങ്ങനെ സെൽഫി എടുക്കാം? ചേച്ചി ക്യാമറ എടുത്തോളൂ ഇതില്. ഇതിലെന്നെ ഇതില് ക്യാമറ എടുത്ത. താങ്ക് യു. താങ്ക്സ് കേട്ടോ. താങ്ക് യു. ചേച്ചി പേരെന്താ? ബബിത. താങ്ക് യു സോ മച്ച്. താങ്ക്സ്. ബൈ. ഹായ്. ഓക്കെ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ ട്രെൻഡിങ് കപ്പിൾ എത്രയോ ദിവസമായിട്ട് നമ്മളെ കാണാതിരിക്കുന്ന ജിമ്മി ഇവിടെ തീരുന്നുണ്ട്. വർക്കൈൻ ഇന്നും പോവാ വൈകുന്നേരം പോണ്ടിച്ചേരി ഫുൾ വർക്കാരെ. അപ്പൊ ജസീമോ കെൻസോ ഒന്ന് ബാക്ക് ചെയ്തോട്ടെ. 19 മുതൽ വർക്കിനാന്ന് പറഞ്ഞത്. ഓളൊന്നും ശരിക്കും കണ്ടിട്ടില്ല. അപ്പൊ ഇന്ന് ഓളി കൊണ്ടുപോകണം. അത് നന്നായി. പോണ്ടിച്ചേരി അല്ലേ, അടിച്ചു പൊളിക്കും ചെയ്യാം. ഭയങ്കര അടിച്ചുപൊളി. നാളെ കിട്ടേണ്ടി വരും. നമ്മളെ വർക്കിന്റെ ഇന്ന് പോണ്ടിച്ചേരി പോകും, നാളെ വർക്ക് കഴിഞ്ഞിട്ട് അതേപോലെ ഇങ്ങോട്ട് വരും. ഹണിമൂണ് രാവിലെ ആണല്ലോ. അങ്ങോട്ട് ബസ്സിന് ഹണിമൂണ് രാവിലെയും പറ്റുമല്ലോ. ബസ് പോയിട്ടില്ല. ഹണിമൂൺ അതാ ചോദിച്ചത്, പറഞ്ഞതാ തന്നെ. ഒറ്റ ദിവസത്തെ രാവിലെ മോർണിംഗ് ഹണിമൂൺ മാത്രമോ? ഹണിമൂൺ ആകുമ്പോൾ ഡേ ആൻഡ് നൈറ്റ് അല്ലേ ഹണിമൂൺ? എന്താണ് ഷാനു ഈ ജിമ്മി ഈ പെണ്ണിട്ട് അടി കയറിയിട്ടാണ് അതാ ഞാൻ പറയാ. ആരോ ഒരു ദിവസത്തിന് അല്ല, ഹണിമൂൺ ബാലിക്ക് പോയത് രാവിലെ 10 മണി മുതൽ 4 മണി വരെ ആണോ? പറയാ നൈറ്റ് എടുത്തിട്ടില്ലേ? അതാ പറഞ്ഞത്. ഹണിമൂൺ ഇജ്ജ് ദുബായിക്ക് പോയപ്പോ രാവിലെ 10 മണി മുതൽ 4 മണി വരെ പോയത് അല്ലല്ലോ, നൈറ്റ് ഇല്ലേ? അതാ ഹണിമൂൺ ആകുമ്പോ നൈറ്റ് ആൻഡ് മോർണിംഗ് ഉണ്ടാവും. എന്താ ഷാനു ആയിക്കോട്ടെ. ഈ പെണ്ണ് കെട്ടിയവരൊക്കെ നമ്മളെ സുഹൃത്തുക്കളെ, ഈ പെണ്ണ് കെട്ടിയവരെല്ലാവരും കൂടി നമ്മളെ തേജോധം ചെയ്യാട്ടോ, ശ്രദ്ധിക്കണേ. അപ്പം നമ്മളെ നേതാവ്, നമ്മളെ ട്രിപ്പിന്റെ അമീർ സ്റ്റീൽ ബോസേ, ഇത് നമ്മളെ ബോസാണ്. ഞങ്ങളെ കണ്ണൂരിലേക്ക് കൊണ്ടുപോയ ഞങ്ങളെ സ്വന്തം ബോസ്, സ്മാർട്ട് ടാക്സി. നമുക്കറിയുന്ന നമ്മുടെ സ്വന്തം സ്മാർട്ട് ടാക്സി. അർച്ചി എത്തിയിട്ടുണ്ട് കേട്ടോ. അർച്ചി എന്താന്നറിയില്ല, സൈലെന്ന് പറഞ്ഞപ്പം കേറി മറ്റേ സെമി സ്ലീപ്പറിൽ ഇട്ടിട്ട് ഒറ്റ കുട്ടർക്കലാണ്. ശാന്തേ ഒരു പരിപാടിക്ക് വരില്ല. ആടോ, ഒരു പരിപാടിക്കും വരില്ല. ഈഗിൾ മുത്തേ, ഞാനിതാ പരിപാടിക്ക് കയറാൻ പോണേ. ആ ബ്രോ കയറിയാ? ആ ഓക്കെ, എന്നാ കഴിഞ്ഞിട്ട് കാണാം. എനിക്കൊന്നു ബ്രോൻ്റെത് ഇന്റത് കഴിഞ്ഞിട്ടാണ് ബ്രോന്റെ വരിക തോന്നണേ. അല്ല, ഈഗിള് കുളിക്കാൻ കയറണുള്ളൂ. ഞാൻ നിന്റെ കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി. ഞാൻ അവിടെ പോയിക്കൊണ്ടിരിക്ക. എന്തായാലും കാണണട്ടാ. ഓക്കെ, അഫിയാനിയനൊക്കെ ഉണ്ട്. ഓക്കെ, ഡീൽ ബ്രോ. ഓക്കെ, നമ്പർ കണ്ടിട്ടില്ലല്ലോ? ലാസ്റ്റ് നോക്കല്ലേ? നമ്പർ എടുത്തതും വെച്ചതൊന്നും കണ്ടിട്ടില്ലല്ലോ? നമ്പറാണ് അത്.
നമ്പർ വാട്സപ്പിൽ സേവ് ചെയ്യുമ്പോൾ മേലെ കോണ്ടാക്ട് വരും. അത് വള്ളിയാണത്. ആ അപ്ഡേറ്റ് ആക്കി ആവശ്യമില്ലാത്ത അപ്ഡേറ്റ് ആയി. ഹാപ്പിയാണോ? നമുക്ക് തിന്നാൻ കിട്ടിയിരിക്കുന്നത് അർഷിനെയാണ്. അപ്പൊ ഇന്ന് 2 വാക്ക് പറയാനായിട്ട് അർഷിനെ വ്ളോഗിലേക്ക് ക്ഷണിക്കുന്നു. ഞാന് വർക്കിന്റെ കുറച്ച് തിരക്കിലായി പോയി. അപ്പൊ ഇപ്പോഴാണ് വിലക്ക് ഒന്ന് കൂടി കിട്ടിയത്. ആണോ? ഞാൻ ഇനി ഫുൾ ഫ്രീയാ. ഞാൻ ഇതെങ്ങാണ്ട് രസല്ലേ? സ്പെഷ്യൽ ഒന്നുമില്ല. ഇനി മൈക്ക് നബീലിന് കൈമാറാം. നബീലിന് എന്തിനു കൈമാറണ്ട? ഇത് എന്റെ കൈ വെക്കണാണ് ഏറ്റവും നല്ല. ഇപ്പൊ അപ്പൊ സുഹൃത്തുക്കളെ, നമ്മള് ആർക്ക് കേട്ടോ ഇവനാണ് ഈ എല്ലാരെയും മൂപ്പ് കയറ്റുന്ന ആൾട്ടോ. മെല്ലെ അർഷിനെ ചാമ്പാൻ വേണ്ടിട്ടേ. ഓ ഇനി മാക്സിമം പാവായിരുന്നോ. നബീലിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. നബീലില്ലേ വ്ളോഗിന്റെ മറവില് എല്ലാ അത് ഞാൻ പറഞ്ഞ വിശ്വസിക്കാൻ ഒറ്റടിക്കാണ് പാവായി. എനിക്ക് മനസ്സിലാവണില്ല. അതായത് വ്ളോഗ് എടുത്തുകൊണ്ട് നിൽക്കുമ്പോ ഇങ്ങനെയൊക്കെ ആവുക. വെറുതെ പറയുന്നതാണ്. ഒരു ദിവസം ഞാൻ ഒരു വ്ളോഗ് ഇടും. ആ വ്ളോഗ് ഒരിക്കലും നബീല് കാണില്ല. ഒളിക്യാമറ വ്ളോഗ്. ആ വ്ളോഗില് ആരൊക്കെയാണ് അഭിനേതാക്കൾ എന്നുള്ളത് പുറത്തു വരും. ഉറപ്പല്ലേ? കോൺഫിഡന്റ് അല്ലേ? ഞാൻ ഇങ്ങനെ തന്നെയാണ്. അങ്ങനെയല്ല. ക്യാമറ വരുമ്പോ നല്ല പാവണോ. ഇവനിപ്പോ ഇങ്ങനെ കളിയാക്കിയാണ് ഇപ്പൊ മാറുന്നത്. അല്ല എന്തിനാ പിടിക്കണേ? ഇപ്പൊ ഞാൻ പറഞ്ഞു എന്റത് നബീല് അല്ല ടീം സെറ്റ് ഒന്നല്ല. ഇപ്പൊ ജിമ്മിന്റെ എത്ര ദിവസമായിട്ട് കണ്ടിട്ട് അല്ല. ഇപ്പൊ എന്റെ ടീമല്ലേ? ഇപ്പൊ എന്റെ ടീമാ. നമ്മളൊക്കെ ഒരു ടീം അല്ല. നബീല് അതായത് ക്യാമറ ഓൺ ആക്കുമ്പോഴും അല്ലാത്തപ്പോഴും നബീല് എങ്ങനെയാണ്? ആനി അമ്പാങ്ങി നമ്മൾ മാറ്റുന്നുണ്ട് കേട്ടോ. ഇപ്പൊ അതായത് ഇന്ന് നമ്മൾ ഷെഫീഖിന്റെ അംബാനിയോ അവന്റെ ഒക്കെ പൊലി അത് കേട്ടപ്പോ പൊലിവ്. മൂടുപോയി. ഗുഡ് ആഫ്റ്റർനൂൺ. ഓ എന്താ കുട്ടപ്പാന്നോ? ലവ്ലി ബോയ് ഫ്രണ്ട്. അപ്പം നബീൽ എന്താ വെച്ചാൽ ഇനി ജിമ്മി എങ്ങനെയാണ് വ്ളോഗ് ഓണാക്കുമ്പോ? നബീല് വ്ളോഗ് നമ്മള് എന്റെ കല്യാണം ഉണ്ടായിരുന്നല്ലോ, അന്ന് റൂമിൽ നിന്നൊക്കെ വന്ന അലമ്പേനി. വ്ളോഗ് ഓണാക്കിയപ്പോ എന്റെ റൂമല്ല, പിന്നെ എന്റെ റൂമിൽ ഞങ്ങൾ ഇനി എല്ലാ ഒളി ക്യാമറയും വെക്കും. അതിന്റെ കള്ളത്തരങ്ങൾ ഫുള്ള് പൊളിച്ചു. പക്ഷെ പാവണ്ടോ, ഏറ്റവും സ്നേഹമുള്ള കൂട്ടുകാരിൽ ഒരാളാണ്. ഓ ഭയങ്കര സ്നേഹമാണ്. നമ്മളെപ്പോഴും വിളിക്കുക, എപ്പോഴും ചാമ്പുക. ഇല്ല ചാമ്പണ ലിസ്റ്റ് നോക്കുമ്പോ നബീല് ചാമ്പല് കുറവാണ്, ഭയങ്കര കമ്മിയാണ്. ചാമ്പടോ നേരത്തെ പോയിക്കണ്. അപ്പൊ എന്തായാലും ഈച്ചു, സ്മാർട്ട് ടാക്സിന്റെ ഡ്രൈവർ ഇക്ക, നഫി, ഷാനു, ജിമ്മി, ഞാന്, ഹർഷി, ഇക്കു, കെൻസ് എല്ലാരും കൂടി പോകുന്നു. കെൻസ് എന്താ ഇവിടെ വർക്ക്? തലശ്ശേരി. എന്താ വന്നപ്പോ ഒന്നും പറ്റിയില്ല, കാര്യമായിട്ടൊന്നുമില്ല. ഫോണ് ഹമ്പയാടുമ്പോ വീണോയി, ഹമ്പയാടുമ്പോ വീണോയി. പക്ഷെ വിഷയമൊന്നും ഇതാ, ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ. ക്യാമറക്കൊന്നും പറ്റിയില്ല, സ്ക്രീനൊന്നും പറ്റിയില്ല. ഷെഫിഖാന്റെ വീട്ടിൽ വെച്ച് പറഞ്ഞതാ. എന്ത് ഫോൺ എപ്പോഴും കേസ് ഇട്ട് കൊണ്ടുനടക്കണം, അല്ല ഇതേപോലെ എന്തുണ്ടാവും. എനിക്ക് കോൺഫിഡൻസ് ഫോൺ വെക്കുമ്പോ ഒരു പറയും റേറ്റ്, അതിന് കൊടുക്കുക. അതാണ് അർഷിന്റെ കോൺഫിഡൻസ്. 4 സ്ക്രാച്ചിന് പോണ പൈസ അല്ല എന്റെ കയ്യില്. മറ്റേ പ്രൊട്ടക്ഷനൊക്കെ 2500 റുപ്യ ഒട്ടിച്ചിക്കണ്. അപ്പൊ എന്തായാലും നമ്മള് ഇവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ള എന്താ വെച്ചാൽ ഇവിടെ തന്നെ നമ്മളെ ന്യൂ ഇയർ പ്രോഗ്രാം ഇട്ടാ 31st നടക്കാൻ പോകുന്ന പരിപാടി ഇവിടെ തന്നെയാണ്. ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ്സ് അവൈലബിൾ ആണ്. ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ സെയിം ലൊക്കേഷൻ
ഇത് ഫുൾ കാലിക്കറ്റ് ട്രേഡ് സെന്റർ ഇവിടെ തന്നെയാണ് നമ്മളെ പരിപാടി. ജഷീംക ഒരു അരമണിക്കൂറിൽ ജഷീംക ഇവിടെ എത്തുമോ? നമ്മളെ ആസ്കോട്ടിലെത്തുമോ? ആ അവിടെ തന്നെ. ഞാൻ ഇപ്പോൾ സൈലത്തിൽ കയറി. എനിക്കിവിടെ 20 മിനിറ്റാണ്. ആ പറ്റ നേരം വൈകണ്ട, 5 മണിയാകുമ്പോൾ എത്തിക്കോളി. വീഡിയോ എടുക്കാൻ ഫോണ് ഈ ഫോണിലാണ് എടുത്തോട്ട് വീഡിയോ. അല്ലാണ്ട് ഇന്നായിട്ട് ആർക്കും കോണ്ടാക്ട് ഇല്ല കേട്ടോ. നമ്മളെ ചെക്കന്മാരനാണല്ലോ ബൗൺസേഴ്സ് ഒക്കെ. നമ്മളെ ചെക്കന്മാരനെ. അതുകൊണ്ട് പറയും എല്ലാവരും ഒന്ന് മോൻ കാണിച്ചോളി. ഈ ചേച്ചി തന്നെ പോവാടാ. ഇത് എവിടെ വെക്കുക? നമ്മളിതില്ലല്ലോ തിരിച്ചു പോവാ. ആദ്യമില്ലാതെ നിങ്ങൾ എനിക്ക് പേടിയാ. അല്ല അസീവുണ്ട്. ഹായ് ഹലോ ഹായ് ഹായ് ഏട്ടാ ദിവിൻ ചേട്ടൻ. ഹായ് ഹായ് ബ്രോ. ഹായ്. കാറിന്റെ ചാവി എൻ്റെ അടുത്ത് വിട്ട്. ഹായ് ഹായ് ഏട്ടാ. ഹായ്. എന്താ വിശേഷം? എന്താ വിശേഷം? നമ്മളൊക്കെ മരണ എല്ലാവരും. ഓക്കെ നമ്മളെ കുട്ടികളുണ്ട് കേട്ടോ. ഒന്ന് നോക്കണം കേട്ടോ. ചെക്കന്മാര് കെൻസ്, ജസീം. ഓ നമ്മളൊപ്പം ഉള്ള കേട്ടോ. ജസീം, പിന്നെ ജിംഷ. വാലേക്കും അസ്സലാം. ഹായ് 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 അനാൻ ബ്രോ. ഹായ് 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 കാ. കഴിഞ്ഞോ? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എന്തൊക്കെ പറഞ്ഞു വെച്ചാ എന്നോട് ഞാൻ പറഞ്ഞു പഠിക്കുന്ന കുട്ടികളോടൊന്നും പറയാനുള്ളത് പഠിക്കാൻ പഠിച്ചെടുക്കാൻ. പിന്നെ അങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞു. ടെൻഷൻ ചങ്ങായി എളുപ്പല്ലോ. ഓരോ വിഷയമല്ല. ഓക്കെ. ആ സമയം ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഉപയോഗപ്പെടുത്തും. എന്താ പറയാനുള്ളത്? അപ്പൊ നമുക്ക് ഈ കാരവാനാണ്. അപ്പൊ കാരവാൻ കാണാത്ത നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് കാരവാൻ വാക്കോറാണ് ഇപ്പൊ കാണിച്ചത്. അല്ലെങ്കിൽ പരിപാടിന്റെ മുന്നിൽ നിന്നാ സീനാവും. ചിലപ്പോ തൊണ്ട കയറി വരും. കാരക്കൊന്ന് ഒട്ടിപ്പിടിച്ചോ തൊണ്ടമ്മ? എന്നാ വേണ്ട. എന്തൊന്നും ആയിക്കോട്ടെ. അങ്ങനെ ഹായ്. ലൈറ്റ് ഓഫ് ആക്കല്ലേ? അപ്പോൾ നമ്മള് നിങ്ങൾക്ക് കാരവാൻ പരിചയപ്പെടുത്താൻ പോവാണ്. കാരവാനില് കാണുന്ന സാധനങ്ങളാണ് ഉപ്പിലിട്ട പൂവ്. ഉപ്പിലിട്ടത്, ഒരു കാട്ടണിന്റെ AC, പിന്നെ ഉപ്പിലിട്ട പൂവ് വിത്ത് ലൈറ്റ്. കാരവാനിന്ന് പിസ്ത കഴിച്ചാൽ പാളില്ല ചെറുതായിട്ട് ഒരു മുടി വെട്ടാൻ പോയി. കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. ഹലോ. ഓക്കെ ശരി. കാരവാൻസ് എത്ര ആണ്? ഇത് പൊട്ടിക്കുമ്പോ ഉള്ള സൗണ്ട് കേട്ടോ. കിട്ടില്ലേ പ്രേക്ഷകർ? ഓക്കെ അല്ലേ? ഇത് പൊടിക്കുമ്പോഴുള്ള സൗണ്ട്.
അപ്പൊ ഇതാണ് കാരവാൻ്റെ ഉള്ളിൽ കേട്ടോ. ഇത് നടിമാര് നടന്മാരൊക്കെ മേക്കപ്പ് ഇടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്ഥലം. രണ്ട് മാസം കഴിഞ്ഞാല് ഹനാൻഷ ആക്ടർ, കാട്ടാളൻ ആക്ടർ, ഒന്ന് പ്ലീസ്. അതേപോലെ ഇവിടെ ആരുമില്ലല്ലോ. കിച്ചണ ആ ഓക്കെ. ഈഗിൾ ഗെയിമിങ്ങോ? ആ ഈഗിൾ ഗെയിമിങ് വിളിച്ചിനി. അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് ഇതെന്താ വാഷ്റൂം ഇതാ. അപ്പോൾ ഒരു വണ്ടിൻ്റെ ഉള്ളിട്ടത് ബാത്റൂമും സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ട്. അവിടെ ഒരു വാതില്, പിന്നെ കുടിവെള്ളം. ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് ഉണ്ടാവുള്ളൂ കേട്ടോ. അണ്ടിപ്പരിപ്പ്, മുന്തിരി. ഷാനോ 4 പകരം അണ്ടിപ്പരിപ്പ് എടുത്താലോ? അണ്ടിപ്പരിപ്പും മാറ്റി മാറ്റി എടാ നമ്മളേ ഇങ്ങനത്തെ വണ്ടിയോ എന്തിന്, എന്തുപകാരം? എന്നേലും ഒരു പരിപാടിക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി വാങ്ങി പരിഹരിച്ചിട്ട് നല്ലൊരു ഔട്ട് ഹൗസ് അപ്പുറത്ത് കയറ്റാം. എല്ലാവരും കടന്നു വാങ്ങിക്കൂടെ? ഹായ് ബിസ്മില്ലാ. പക്ഷേ വേറെ അടുത്തല്ലേ ഓ ഈച്ചോ ഒരു ഫോട്ടോ എടുക്കാനല്ലോ. അല്ല നമ്മള് എത്ര ആളുണ്ട്? 4. എനിക്കൊന്നും ഈ പരിപാടിയിൽ എല്ലാ ഗസ്റ്റുകളും വന്ന് കാണും. ഈ പരിപാടിയിലേ സൽമാന സ്റ്റേജ് കുട്ടികളൊക്കെ വിളിച്ചോ? വെറുതെ സൽമാൻ തന്നെ ഇതാക്കിയോ കുട്ടികളൊക്കെ തോന്നിയാണ്. ആണോ? ഞാൻ അങ്ങനെ തോന്നുന്നു. എനിക്ക് കുട്ടികളെല്ലാരും കൂടെ ആർത്ത് വിളിച്ചു തോന്നുന്നുണ്ടോ? വിളിച്ചിണ്ടാവും. എല്ലാരും അടി പോയാ. സൽമാൻ നമുക്ക് വട്ടാ. സൽമാൻ കഴിഞ്ഞ് കിട്ടും നമുക്ക്. എനിക്കറിയാത്തതാ അറിയാത്തതാണോ? പുതുക്കാരനോടൊക്കെ പറഞ്ഞു കൊടുക്കാല്ലേ? ഞാൻ പറഞ്ഞു കൊടുത്തോ? ഞാനോ? സൽമാൻ എന്താ മുഖമൊക്കെ വെയ്യാണ്ടായില്ല? എന്തൊറ്റി? ഒറ്റടി കടി കിട്ടിയോ? എന്താ പറ്റിയത്? റെഡ് ബുള്ളേ ഇറങ്ങും. പൂരത്തിന് പൈസ ഉണ്ടാക്കില്ലേ? ഇങ്ങോട്ട് തിരിയണ അന്നെ പറയണത്. ഒറിജിനൽ നബിയില് ഒരു സെക്കൻഡിന് പുറത്തു വന്നു. ആ പിന്നെ ആലോചിച്ചു നന്നായി നിൽക്കാം. നല്ലവനായ ഉണ്ണി അല്ല. ഇതിൽ ഒരാള് പറയട്ടെ, ഞാൻ പറയട്ടെ ഈ കൂട്ടത്തിൽ ഒരാള് പറയട്ടെ, നബിയില് വ്ളോഗ് എടുക്കുമ്പോഴും ഉള്ള കൂട്ടലേ അല്ലേ? ആ എന്തെങ്കിലൊക്കെ കാട്ടണം വെറുതെ. ഇനിയിപ്പോ വെറുതെ ആണെങ്കിൽ അതിന് ചാർജർ തന്നാ അതിന് ചാർജറോടെ ഇപ്പൊ വരെ ചാർജർ എടുത്ത ഞാൻ കണ്ടിട്ട്. ഞാൻ പറയട്ടെ, ഇന്റെ ലൈറ്റ്നിങ് ചാർജർ വരെ പോയിക്കണം. എനിക്ക് സംശയമുണ്ട്. ട്രിഗർ ചെയ്യുമ്പോ കുറച്ചൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ട്രിഗർ ആക്കുക കുറച്ചൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ മുഖഭാവന്റെ ഇത് മറ്റേ മുഖം ഷാനു ട്രിം ചെയ്തെടുത്തില്ലേ? ഷാനു എന്ത് ചെയ്തടാ? അപ്പൊ സുഹൃത്തുക്കളെ എല്ലാവരും ഒന്നടങ്കം പറയുന്നു, നബിലെ എന്നാണ് എന്റെ ഒറിജിനൽ മുഖം നമ്മൾ ഓഡിയൻസിന് കാണിച്ചു കൊടുക്കാൻ പറ്റുക? ഞാൻ വോട്ടെടുപ്പ് നടത്താം. ഇപ്പൊ നബീലിന്റെ ഒപ്പം കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് കൂടുതലുള്ള ആൾക്കാരാണ് ഇതിലുള്ളത്. അപ്പം ഇതേപോലെയാണോ? അല്ല. ആണോ? അല്ല. നോ. അല്ലേ അല്ല. നോ അല്ല. ഒരിക്കലുമല്ല. നാളെ ജാസ്തി ട്രിപ്പ് പോവാണ്.
ഫുൾ ഗ്രൂമിങ് അവിടെ ഇവിടെ പോയിട്ട് ഈ പരിപാടിക്ക് എത്രയോ ഗസ്റ്റുകൾ വന്നേക്കും. ഒരു ഗസ്റ്റും 1 2 3 4 5 6 7 8 9 എന്നാ പോയി 1 2 5 6 7 8 9 10 ഒരാളുണ്ട് പുറത്ത് 12 ആളുടെ അകമ്പടിയോടെ 12 കൂട്ടുകാരുടെ കൂടെ വന്നിട്ടുള്ള ഒരു ഗസ്റ്റ് ഈ പരിപാടിയിൽ ഉണ്ടാവില്ല. ഉണ്ടാവും തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ വരുമ്പോ എന്താ വെച്ചാല് ഒന്നായിട്ട് വരും, ഇല്ലെങ്കിൽ വരൂല. ഒറ്റക്കോ അപ്പൊ ഇതില് ഒറ്റക്ക് പല സ്ഥലങ്ങളിലേക്കും പോകുന്ന ആൾക്കാരുണ്ട്. ഞാൻ ആരും പറയണില്ല, ആരും പറയണില്ല. അറിയാത്ത പോലെ ഫോണൊക്കെ അപ്പൊ ഒറ്റക്ക് പോണു. പാവം നബിലെ മൈക്ക് വ്ളോഗ് കുഴപ്പമില്ലല്ലോ. പോയിട്ട് കാര്യമില്ല. ഞാൻ പാടി 3 പാട്ട് പാടി. പലവട്ടം പാടിയാ? പലവട്ടം പാടി. പിന്നെ ഒരു റാപ്പ്, വേറെ ഏതൊരു പാട്ട്. ഇനി പോയിട്ട് കാര്യമില്ലടാ. ഇല്ല, ഇത് പോടില്ല. അന്ന് പാടി അടിപൊളിയാണ്. എന്റെ ബോസാണ്ടാ ലോക സിനിമയില് ഞാനൊരു പാട്ട് പാടിയിട്ട് ആകെ ആ പാട്ടിന് എനിക്ക് അഭിനന്ദനങ്ങൾ നേരിട്ട് അനസ്ലൻ പറഞ്ഞ് പിന്നെ ചന്തുവാണ് ഒരു അഭിനന്ദനങ്ങൾ എന്നെ അറിയിച്ചത്. താങ്ക് യു. അതിന്റെ ഒറിജിനൽ പാട്ടിനേക്കാളും നിന്റെ ഹാർട്ട് റൈറ്റ് ആയതല്ലേ? ഏത് ഇഷ്ടപ്പെട്ടാ? പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ അടിപൊളിയല്ലേ? താങ്ക് യു. നീ ചെറിയ പൂജ പോയിട്ടുണ്ടോ? പോയിക്കണേ. ഞങ്ങളല്ലേ പോയത്. അതാരാ എഴുതിയത്? അത് സുഹൈലം കോയ, പുള്ളിയാണ് ഇതിത്തൊക്കെ എഴുതിയത്. ഇത് ഫുൾ എന്റെ ഫ്രണ്ട്സ് ആണ്. താങ്ക് യു. എല്ലാരോടും ഒരു ഹായ് പറയാം. കുറെ ആൾക്കാരുണ്ട്. അപ്പം നമ്മുടെ ഒരുപാട് വ്ളോഗ് കാണുന്ന ആൾക്കാരുണ്ട്. ഇത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് ചന്തു. സോ എല്ലാവർക്കും ഒരു ചന്തുവിന്റെ വാക്ക നമ്മുടെ ഒരു ഹായ്. ഉറപ്പായിട്ടും. താങ്ക് യു. നീ കാണാം. ഇപ്പൊ നമ്മൾ എത്രാമത്തെ പ്രാവശ്യം കാണണം? മൂന്നാമത്തെ തവണ. വെച്ചുണ്ട്. പിന്നെ അതിന് മുമ്പ് കണ്ടല്ലോ. ഇല്ല, മെസ്സേജ് അയക്കലുണ്ട് പാട്ടിന്റെ കാര്യം പറഞ്ഞിട്ട്. ഞാൻ വേറെ എന്റെ ഫ്രണ്ട് അറിയാൻ ഞാൻ കണ്ടായിരുന്നു. എവിടെ വെച്ചിട്ട്? ബോൾഗാട്ടിൽ വെച്ചിട്ട്. ആരായിരുന്നു അത്? കഴിഞ്ഞല്ലേ? താങ്ക് യു. ഉറപ്പായിട്ടും. അവിടെ ഒരു ഫ്രീ റൂം ഉണ്ട് ഇവിടെ തന്നെ. ഞാൻ പോവാ. ഞാൻ കഴിഞ്ഞു. ഞാൻ വന്നു. പരിപാടി കഴിഞ്ഞ് ഞാൻ ഇറങ്ങാം. ഓ, അപ്പൊ ബോസ് എത്തി. എന്താ വിശേഷം? ഒരുപാടായി കണ്ടിട്ട്. 1 വർഷം കഴിഞ്ഞാണ് കാണുന്നത്. സത്യം സെൻസേഷൻ ആണ് ഇപ്പൊ. അങ്ങനെയൊന്നുമില്ല. ഞാനിപ്പം ഒരു നന്ദി പറഞ്ഞിട്ടുള്ളൂ. അതായത് കഴിഞ്ഞ കൊല്ലത്തെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ വളരെ കുറച്ച് ആൾക്കാരെ പിറ്റത്തെ കൊല്ലത്തെ ലിസ്റ്റിലുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു അവസരം തന്നതിന് പിന്നെ ഞങ്ങളുടെ ആവശ്യമാണ് ഒരു ബിഗ് താങ്ക്സ്. അതുപോലെ തന്നെ ഞാൻ പറയുണ്ടായി എല്ലാരോടും, ഞാൻ സൈലത്തിൽ പെർഫോം ചെയ്ത അത്ര വേറെ ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ തൃശ്ശൂരും കോട്ടയം, കൊല്ലം, തിരുവനന്തപുരം, കോഴിക്കോടും എല്ലായിടത്തും പോയി പാടി വന്നിട്ടുണ്ട്. പാടി എന്ന് പറഞ്ഞേ അന്ന് വിനീതേട്ടനില്ലായിരുന്നു. ട്രാക്കൊക്കെ വെച്ച് പാടി. ചുമ്മാ ട്രാക്ക് വെച്ച് പാടുന്നേട്ടാ. അല്ല, ചിലപ്പം പിന്നെ കൂടുതൽ വിവരങ്ങളിലേക്ക് എന്നടുത്ത സ്ഥലത്ത് ഇതാണ് കുറച്ചും കൂടെ ഒരു സുഖമുള്ള എല്ലാരും ഉണ്ട്. നമ്മള് മെസ്സേജ് പെട്ടെന്ന് വിളിച്ചു മാറ്റി വന്നാ ഒറ്റടിക്കൊന്നല്ലേ? ഇല്ല, കറക്റ്റ് ഓൺ ടൈം അല്ലേ? ഓൺ ടൈമാ. സിഫ്ക്ക് വന്നു, ബേസിലേട്ട വന്നു, എല്ലാരും വന്നു. എല്ലാരും വന്നു.
നിങ്ങൾ സെറ്റ് ഇന്ന് ഫുൾ ലുക്കിലാണല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഒരു നോർമൽ കോസ്റ്റ്യൂമിലാണ് വന്നത്. ഞാൻ ഇപ്രാവശ്യം വീഡിയോ ഇങ്ങനെ എടുത്തു നോക്കി പേജസിലാണ്. പടം വരാനുണ്ട്. അതിരടി ഉണ്ട്, കരിക്കുണ്ട്, മധുചാന്റെ പടമുണ്ട്, കൊറേ പടം വരാനുണ്ട്. ഒരു 5 പടം വരാനുണ്ട്. അതിരടി ഫസ്റ്റ് വരിക. ഏകദേശം ഓണം. അതിരടി ഓണം ഏകദേശം കഴിഞ്ഞില്ല ഷൂട്ട് കഴിയാറായി. അതിരടിയുടെ പോസ്റ്റർ അപ്പൊ എല്ലാരും ചെക്ക് ചെയ്ത് നോക്കുക. അതിരടിയുടെ പോസ്റ്റർ നോക്കുക. അപ്പൊ അനന്തുവേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബേസിലേട്ടനും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫസ്റ്റ് മൂവിയാണ് അതിരടി. എല്ലാരും പോയി കാണണം. എല്ലാരും തിയേറ്ററിലും കോളേജ് പരിപാടി, കോളേജ് പടം. അതായത് കുറെ നാളല്ലോ കോളേജ് പടം ഇല്ലാത്ത ഒരു ഫുൾ കോളേജ് പടം, പക്ക കോളേജ് മൂവി. ഞാൻ കണ്ടാണ് പോയിട്ട് പടം കണ്ടു. മീൻസ് എഡിറ്റ് സ്പോട്ട് എഡിറ്റ്. ഇഷ്ടപ്പെട്ടോ? രസമായി വരും. അടിപൊളി പടമായിരിക്കും. അപ്പൊ എല്ലാരും ഓണം തൂക്കാൻ വേണ്ടിട്ട് എല്ലാരും പ്രാർത്ഥിക്കാം. അടിപൊളിയാവട്ടെ. ഭാഗമായി വരണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വരട്ടെ. ഇപ്പൊ പറയണ്ട. ഇപ്പൊ ആരാ സ്റ്റേജിലെ? 100 ഇപ്പൊ 100 കയറിയിട്ടുണ്ട്. ഇനി ഞാൻ കയറുക. ഇകള് എല്ലാരും ഉണ്ട്. ഇകള് പിന്നെ ആരൊക്കെയാ? പോയി. ഞാൻ കുറച്ചധികം ആൾക്കാരെ കൂടെ കൂട്ടിയിട്ടുണ്ട്. എല്ലാരും കയറ്റിക്കോ. എല്ലാരും കയറ്റി കത്തിക്ക്. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലിജി സാർ പോയാ? പോയി. സാറിനെ ഒന്ന് കണ്ടീനി ഫസ്റ്റ്. കാരണം ഞാൻ രണ്ടുപേരോട് പറഞ്ഞില്ല, ക്യാമറന്റെ കാർഡ്. അപ്പം ഇനി എന്താ ഇന്നലെ ഉണ്ട്. ഇനി മറ്റന്നാളുടെ പരിപാടി ഫ്രണ്ട് ഫ്ലെക്സ് ന്യൂ ഇയറിന്റെ തിരക്കാണല്ലേ? ബോസിന്റെ അത്ര വരക്കാം. ബോസാണ് ബോസ്. ഞാൻ പോവാ. രാത്രി വന്നതാ. രാത്രി വണ്ടി ഓടിച്ചു വന്നു. ഒറ്റക്കോ? അല്ല ഫ്രണ്ട്സ്. ഒറ്റക്ക് വണ്ടി ഓടിച്ചു വന്നു കൊച്ചിന്നോ? വണ്ടി ഓടിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ നബീലിനെ വിളിക്കട്ടെ. കൊച്ചി എത്തൂലെന്നുള്ളൂ. കഴിച്ചിട്ട് പയ്യെ വീട്ടിൽ പോകാൻ നോക്കട്ടെ. ഓക്കെ, കാണാം. See you. Nice to meet you again and again. Okay. ഇപ്പൊ രാധേട്ടനാന്ന് തോന്നുന്നില്ല ട്രെൻഡിങ് നിങ്ങളുടെ വ്ളോഗില്. അതുണ്ടാ? അത് ഞങ്ങള് വെറുതെ അർബാനിയിൽ പോയി. അപ്പൊ പുള്ളി ഇങ്ങനെ അങ്ങാടിയിൽ വെറുതെ ഇങ്ങനെ ഇരിക്കാം. മേലൊക്കെ ഇങ്ങനെ ഇരിക്കാം ടൗണില്. അല്ലെങ്കിൽ ഞങ്ങൾ വണ്ടി എടുത്തു പോയി. തിരിഞ്ഞു നോക്കി. രാധേട്ടനല്ല ഇരിക്കണാണ്. വണ്ടി കയറ്റാണ്. അതിൽ ചെന്ന് അഫി ചെന്ന് ഞാൻ. അപ്പൊ ഞങ്ങളൊന്നും മനസ്സിലാവില്ല. ഇപ്പാനെ മനസ്സിലാവും. നാട്ടുകാരനെ കണ്ട് ഞങ്ങൾ നാണിക്കുട്ടിന്റെ നാണിക്കുട്ടിന്റെ ചെറുക്കന്മാരാ. നമ്മ വീട് വരെ ഒന്ന് വരാൻ പറ്റുമോ ചോദിച്ചു. നമ്മള് അതിനിപ്പോ എന്താ പോവാലോ. മൂപ്പര് വന്ന് പിന്നെ വന്നിന് മൂപ്പര്. ആണോ? സംഭവം ഭയങ്കര ടാലന്റാണ് പുള്ളി. ട്രെയിനിങ്, ഈ ഹോഴ്സ്. അപ്പൊ എന്തായാലും ഇനി അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പൊ എല്ലാവരും പറഞ്ഞ പോലെ പുതിയ വിശേഷങ്ങൾ എന്താ വെച്ചാല്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ അനന്തുവേട്ടനെ സൈലത്തിന്റെ ഒരു മെയിൻ ആള്, സൈലത്തിന്റെ ഫൗണ്ടർ എന്നുള്ള രീതിയിൽ മാത്രം അതിന് കണ്ടത്. പക്ഷെ ഇപ്രാവശ്യം അത് മാത്രമല്ല, ഫൗണ്ടറും പ്രൊഡ്യൂസറും നടനായിട്ട് കാണാൻ പറ്റും. ഞാൻ ജീവിച്ചോട്ടെ. ഈ കാട്ടാളിൽ കത്തിക്കന്നിട്ട് ഞാൻ നോക്കാം. അപ്പൊ എന്തായാലും ഒരുപാട് നല്ല ആശംസകൾ. ഉഷാറാവട്ടെ. മൈക്ക് കൂരിയാലോ? ഒന്ന് കട്ടേ. ബ്രോ അല്ലേ? അവിടെ വരെ
മോർണിംഗ് സ്വാഗതം ചെയ്യാം. അടുത്ത് വെച്ച് സ്വാഗതം. അനാലെ കാണാൻ വേണ്ടി എല്ലാവരും എത്തിയിരിക്കുന്നത് എന്റെ പ്രതീക്ഷിക്കാതെ ഒരു വലിയ ഒരു വൈറൽ സ്റ്റാർ ആയി മാറി മഹാനാന്റെ ശബ്ദവും പാട്ടും കേൾക്കാത്ത മലയാളികളില്ല ലോകത്തെമ്പാടും. ഇവിടെ ഇത്രയും ചെറുപ്പക്കാരുടെ മുമ്പ് ഇവരുടെ സ്നേഹത്തിന്റെ ഒരു റിസൾട്ടാണ് ഇവരുടെ അമേസിംഗ് ആയിട്ടുള്ള ലൈഫ്. എന്ത് തോന്നുന്നു സൈലത്തിൽ നിൽക്കുമ്പോ? നമസ്കാരം സൈലം. ഒരുപാട് സന്തോഷം. വീണ്ടും സൈലത്തിൽ ഇങ്ങനെ വരാൻ പറ്റുന്നതിൽ ബിഗ് താങ്ക്സ് ടു അനന്തു സാർ. വീണ്ടും എന്നെ വിളിക്കുന്നതിന്. സോ ചേച്ചി പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഫേസിലൂടെയാണ് ലൈഫ് പോകുന്നത്. ഒരുപാട് സന്തോഷം ദൈവാനുഗ്രഹം കൊണ്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് കൊണ്ടുതന്നെയാണ്. അതിൽ സൈലത്തിന് ഒരു വലിയ പങ്കുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അനന്തു സാറിനോട് ഇപ്പോൾ എനിക്ക് അടവെന്ന് പറഞ്ഞിട്ടുണ്ടായി. ഞാൻ സൈലത്തിന് എക്സിക്യൂട്ടീവിൽ പോയി പാടി അത്ര വേറെ ആരും പാടിയിട്ടില്ല. കാരണം കോഴിക്കോടും തൃശ്ശൂരും കൊല്ലം കോട്ടയം ട്രിവാൻഡ്രം ഇവിടെ മാത്രമല്ല എല്ലാ സ്ഥലത്തും നമ്മൾ ഷോ ചെയ്തിരുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ വിളിക്കുന്നതിന് നിങ്ങളുടെ അതിഥിയായി സ്വീകരിക്കുന്നതിന് എല്ലാവരോടും നന്ദി. താങ്ക് യു സോ മച്ച്. ഹനാനെന്ന് പറയുമ്പോൾ ഹനാനും ഹനാന്റെ സംഗീതവും ഇല്ലാതെ ഇപ്പം എല്ലാം ഒന്ന് ഇൻകംപ്ലീറ്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ആ ഉദ്ദേശം ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട് അല്ലേ എല്ലാരും. അതെ, അനാൻ വരേണ്ട സൈലന്റിന്റെ ആവശ്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ വന്ന് നമ്മുടെ ഈ ഓഡിയൻസ് എസ്പെഷ്യലി നമ്മുടെ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെ പാസ് ഔട്ട് ചെയ്ത് അമേസിംഗ് പെർഫോമൻസസ് കാഴ്ചവെച്ചിരിക്കുകയാണ്. 2500 പേരാണ് ഇന്ന് എക്സെൽ ചെയ്തിരിക്കുന്നത്. ഇനിയും ഫ്യൂച്ചറിൽ കുറെ പേര് ചെയ്യാനിരിക്കുന്നു. അവരുടെ അച്ഛനമ്മമാരുണ്ട്, നമ്മുടെ സ്റ്റാഫ് ഉണ്ട്, ഈ ഫുൾ സെറ്റപ്പ് ഉണ്ട്. അപ്പൊ സൈലം തീർച്ചയായിട്ടും മാജിക് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു മാജിക് ഹനാന്റെ സംഗീതത്തിലൂടെയും ഞങ്ങൾക്ക് അടിച്ചു പൊളിക്കണം. സോ ആർ യു റെഡി ഫോർ എ മ്യൂസിക്കൽ സെലിബ്രേഷൻ? യെസ്, തീർച്ചയായും. അപ്പൊ ലെറ്റ്സ് ഗോ ഫോർ ഇറ്റ്. സോ വൺസ് അഗൈൻ എല്ലാവരോടും ഒരു ബിഗ് താങ്ക്സ്. അതുപോലെ തന്നെ ഇത് എത്തിച്ചേർന്ന എല്ലാ സ്റ്റുഡൻസിനോടും അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന അനന്തു സാർ, സൈലം, ലിജി സാർ, എല്ലാവരോടും ബിഗ് താങ്ക്സ്. അതുപോലെ തന്നെ ഓണത്തിന് റിലീസ് ആവാൻ പോകുന്ന അനന്തു സാറിന്റെ മൂവി ആയിട്ടുള്ള അതിരടിക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. വിജയമാണ് വൻ വിജയമാണ്. താങ്ക് യു സോ മച്ച്. നന്ദിയുള്ളൂ. ബൈ. നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു എന്ന് മനസ്സിലാക്കുന്നു. ഇനി we have yet another special guest. ഇനി നമ്മളൊന്ന് മാറ്റി പിടിക്കും കേട്ടോ. നമ്മള് ആ ഒരു സെഗ്മെന്റിൽ നമുക്കൊരു പോപ്പുലറായ ഒരാളെ കൊണ്ടുവന്നാലോ? ഡിജിറ്റൽ ജനറേഷന്റെ ഇടയിൽ വളരെ പോപ്പുലറായ ഒരു പേരാണ് അടുത്തതായി എത്തുന്നത്. ഈ ഒരു പേര് വൈദ്യ നിങ്ങൾ ഓൺലൈൻ അറിയുന്നത് Eagle Gaming എന്ന പേരിലാണ്. One of India's most popular digital creators and gamers. Engaging ആയിട്ടുള്ള gaming content, live interactions, unboxing videos, unique personal style. He has built a massive connection with students and the young audiences. സ്വന്തമായിട്ടൊരു ബാൻഡ് ഉണ്ട്, @G_Live. ആക്ച്വലി കൊളാബറേറ്റ് സോ ഗെയിമിങ്ങും മ്യൂസിക്കും ഡിജിറ്റൽ എന്റർടൈൻമെന്റും എല്ലാം ഒരു പവർഫുൾ എക്സ്പീരിയൻസ് ആക്കി മാറ്റുന്ന ഒരു വ്യക്തിയാണ് ബട്ട് ഇദ്ദേഹത്തെ വിളിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടെ one last round of applause for the wonderful Hanan Shah. Thank you so much, Hanan. Yes. കുറച്ചൊന്ന് വഴി കൊടുക്കാൻ നമുക്ക് അടുത്ത ഗസ്റ്റിനെ വിളിക്കാം. താങ്ക് യു ഹനാൻ. ഹാപ്പി ന്യൂ ഇയർ ടു യു. സ്പ്രെഡ് ദ ലവ് ആൻഡ് മ്യൂസിക്. വളരെ സെൻസേഷണൽ ഹനാൻ ഷാ നമ്മുടെ കൂടെ എത്തിച്ചേർന്നു. ഇപ്പോൾ Next up, ladies and gentlemen, Salam Awards 2025
നമ്മളുടെ അടുത്ത ഗസ്റ്റിനെ സ്വാഗതം ചെയ്യാൻ സമയമായി. Popularly known as Eagle Gaming. വേദിയിലേക്ക് നല്ലൊരു കൈയോടെ it's time for us to welcome our next guest. ഇന്ന് നമ്മളിവിടെ ആഘോഷിക്കുന്നത് Xylem Achievers-നെയാണ്. The doctors and engineers who have done incredibly well last year. അവർക്കൊക്കെ ഇന്ന് ഈ വേദിയിൽ വെച്ച് ട്രോഫിയും സർട്ടിഫിക്കറ്റും അവാർഡുകളൊക്കെ ലഭിച്ചു. 2500 സ്റ്റുഡൻസ് ആണ് ഇന്ന് രാവിലെ ഇവിടുത്തെ അവാർഡ് വാങ്ങിച്ചത്. They have a big world that they can conquer. എന്റെ മുന്നിൽ ഇരിക്കുന്നതും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമുള്ള കുറെ പുതിയ സ്റ്റുഡൻസ് ആണ്. ഫ്യൂച്ചറിലെ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെയാണ്. നിങ്ങളെ പോലെ തന്നെ ഇവരുടെ പേരൻസിന്റെ വലിയ വലിയ സ്വപ്നങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച്. അപ്പോൾ ഇത്രയും വലിയ വലിയ കാര്യങ്ങൾ നടക്കുന്ന ഈ പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവരെ ആഘോഷമാക്കുകയാണ്. അടുത്തതായി I would like to welcome on stage Eagle Gaming എന്ന് പറഞ്ഞ പേരിലൂടെ അതൊന്ന് സൈഡ് നടക്കും. എനിക്ക് ഷാനിനെ ആ നമ്പർ വാട്സപ്പ് ഹായ് ഞാനല്ല വെള്ളം വെച്ചിട്ടില്ലേ എടുക്കുന്ന ഹനാൻ
ഞങ്ങൾ എന്തെനിക്ക് എല്ലാവരും വന്നോലല്ലേ ഒരു ഫോട്ടോ എടുത്തരോ? ലാസ്റ്റ് ഇന്ന് കണ്ട മാച്ച് ഗ്രില്ലാന്നല്ലേ? ഞാൻ മറ്റേ ഡ്രോയിങ്ങെല്ലാം കാണുന്നുണ്ട്. കാണാൻ മെസ്സായിട്ടാ. ആവശ്യമില്ല ഓടി വന്നു പറട്ടെ ആയോ സാർ പേരെ. അപ്പോ തീപ്പന്തം പോലത്തെ പരിപാടിയാണ് ഇപ്പൊ നമ്മൾ കഴിച്ചു പോകുന്നത്. എത്ര പെട്ടെന്ന് കേറുന്നു, കടകട പാട്ടുകൾ പാടുന്നു, പരിപാടി തീർക്കുന്നു. ഈച്ച് 2 പാട്ടും ഞാൻ 3 പാട്ടും അല്ലേ? അങ്ങനെ പരിപാടി അല്ല. മൊത്തം എത്ര പാട്ട്? 2.5 എന്താ അഞ്ചപ്പോ നമ്മുടെ ആരെല്ലാം വെച്ച കൂട്ടിയെ ആയിക്കോട്ടെ. 5 പാട്ട് ആരാ വെച്ച് കൂട്ടില്ല. അപ്പൊ സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് എന്താണ് പറയുന്നത്? എങ്ങനെയുണ്ടായിരുന്നു പരിപാടി? അടിപൊളിയായിരുന്നു. അടിപൊളി. അസീബ് എവിടെ ഓക്കെ അല്ലേ? ഞാൻ കണ്ടില്ല തന്നെ കയറാൻ ഇറങ്ങാനൊക്കെ പറ്റിയില്ലേ? ഓക്കെ അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? ചെക്കൻ സേഫ് ആയിരുന്നു. സെറ്റ് പരിപാടി. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഓ നല്ല ഫോട്ടോസ് കിട്ടണമെങ്കിൽ അവൻ തന്നെ അങ്ങോട്ട് വരണം. ജിമ്മി സാക്ഷാത് അത് കുഴപ്പമില്ല. നമുക്ക് നമ്മളത് കുറച്ച് ഓഡിയൻസ് ഇങ്ങനെ മിക്സ് ആക്കി. ഓഡിയൻസ് ലൈറ്റ് ഇല്ലെങ്കിൽ ലൈറ്റ് കിട്ടണം ആളാണ് ജിമ്മി. അഡോപ്പ് ലൈറ്റ് റൂമിലൂടെ അടിപൊളി പരിപാടി. ഫുൾ പാവം. എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ പറയട്ടെ, നമ്മളിപ്പോ വ്ളോഗ് എടുക്കാത്തപ്പോ കാറ് പോരൂലേ? അതേപോലെ നിന്നാ അങ്ങനെ തന്നെ ഉള്ളത്. ആലോചിച്ചിട്ടേ മാക്സിമം എളിമയസ്റ്റ് റിപ്ലൈ എന്താന്ന് ആലോചിച്ചിട്ട് അത് പറഞ്ഞു. വിനായകൻ. എന്റെ ഫോണാണ് എടുത്താ. എന്റെ ഫോണിൽ ഇക്കുന്റെ നമ്പർ സേവ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്പറല്ല, വിനായകനൊക്കെ മാറും. നമ്പർ കാണിച്ചു കൊടുത്താ. നമ്പർ ശരിക്കും ഞാൻ വ്ളോഗിൽ പറഞ്ഞ തനി നമ്പർക്ക് വിളിച്ചാൽ മതി. അയ്യോ ഇതാ സേവ് ചെയ്ത് വെച്ച് എങ്ങനെയാ? ഇക്കു വിനായകൻ. അതാണ് കൂട്ടത്തിലേറ്റം വിനയുള്ള ഫോട്ടോ ഇട്ടാണ്. അസുറിന്റെ ഫോൺ എടുക്കണ്ട. ഹലോ, എന്തൊക്കെയുണ്ട് ആശാനെ വിശേഷം? നേരെ പോരാ പരിപാടി കഴിഞ്ഞു. ഓക്കെ ഡീൽ. പരിപാടി എങ്ങനെ? പരിപാടി കളർ പരിപാടി. So we are so happy to be at Salem. Very
വൺ പ്ലേസ് ഐ ഓൾവേസ് ലവ് ടു പെർഫോം, ഐ ലൈക്ക് ടു പെർഫോം, ഐ എൻജോയ് പെർഫോമിങ്. ഇത്രയും എനിക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലം. കാരണം കുട്ടികളെ അമ്മമാർ പോയി നമുക്ക് അധികം ടൈം കിട്ടില്ല എന്നുള്ളൂ. സോ സൈലത്തിലെ എല്ലാ സ്റ്റുഡൻസിനും എല്ലാവിധ ആശംസകളും, വിജയമുണ്ടാവട്ടെ. നിങ്ങളുടെ ഈ ഇയർ നിങ്ങൾക്ക് നല്ലതാവട്ടെ, സൂപ്പർ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ നമുക്ക് ഹോട്ടലിലെത്തിയിട്ട് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും കാണാം. ഇനി വിശേഷങ്ങളൊന്നും കാണാനല്ലോ, പോവല്ലേ നമ്മൾ. അപ്പം എന്തായാലും സുഹൃത്തുക്കൾ ഒരുപാട് പ്ലാനുകളുണ്ട്, കുറച്ച് പ്ലാനിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പം അപ്പം പറയണ്ട അല്ല പറയണ്ട. അപ്പൊ ഹാപ്പി, എന്തായാലും ഹാപ്പി ന്യൂ ഇയർ. അപ്പം സുഹൃത്തുക്കളെ, ഒറ്റക്ക് ചാമ്പ്യൻ വീണ്ടും നമ്മളെ ചാമ്പ്യൻ കൊണ്ട് ചാമ്പ്യൻ ന്യൂ ഇയറും ഒറ്റക്ക് ആഘോഷിക്കാൻ പോവുകയാണ്. അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ, നമ്മുടെ വ്ളോഗ് 28 lakhs വ്യൂസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വർഷം അവസാനിക്കുന്നതിന് മുന്നേ 28 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവാൻ നമുക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. മസ്റ്റ് എന്തൊരു ഏച്ചത്, നമ്മളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ചാനൽ മസ്റ്റായിട്ടും ഫ്രണ്ട്സിനും കൂട്ടുകാർക്കൊക്കെ സൈലത്തിൽ എല്ലാവർക്കും ഈ വ്ളോഗ് എല്ലാവരും അയച്ചു കൊടുക്കുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. വൺസ് അഗൈൻ ഇത്രയും സൂപ്പറായിട്ട് വ്ളോഗ് കണ്ടതിനും എല്ലാത്തിനും നന്ദി. നമ്മൾ വ്ളോഗ് കണ്ടിന്യൂസ് ആയിട്ട് ഇടണേ. എത്രാമത്തെ ദിവസം? 14ാമത്തെ ദിവസം. അത്രയൊന്നും ഇല്ല കേട്ടോ, ഞാൻ കുട്ടികൾക്ക് അത്ര ദിവസം ഇട്ടിട്ടില്ല. ഞാൻ വ്ളോഗ് കണ്ടിന്യൂസ് ആയിട്ട് ഇടണേ. അല്ല, 10ന്റെ 14ന്റെ ഇടയിൽ, 10ന്റെ 14ന്റെ ഇടയിൽ ദിവസമാണ്. സോ ഐ എം സോ ഹാപ്പി that I could do vlogs for all of you guys. You are my lovely people. So thank you so much for watching vlogs. കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു വ്ളോഗിൽ കാണാം. Once again thank you so much for watching. Thank you for watching our vlog. എന്തോ പറഞ്ഞോ? ട്രാക്ക് കയറി അങ്ങനെ ചെയ്തോണ്ടിരിക്കും. ഫുൾ ടൈം കേട്ടല്ലോ, പറഞ്ഞല്ലോ. അത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യും, ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. അതന്നെ, അതായത് വ്ളോഗ് ഇടുകയാണെങ്കിൽ ഇട്ടുകൊണ്ടിരിക്കും, ഇല്ലെങ്കിൽ ഇല്ല തന്നെ. നമുക്ക് യൂട്യൂബ് ഇല്ലാത്ത പോലെ ആവും നമ്മള്. അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ, താങ്ക് യു സോ മച്ച് വാച്ചിങ്. എങ്ങനെയുണ്ട് അസുഖം? ചെറിയ ഭേദമുണ്ടോ? അസുഖം റെഡ് ബുള്ള് കുടിച്ചോണ്ട് എനിക്കെന്തല്ല, പ്രൊമോഷൻ അല്ല, പക്ഷെ ഞാൻ പിന്നെ അത് ഭയങ്കര ഉഷാറ്. കഫിങ് കയറിയിട്ടാ, ഒന്നും പ്രൊമോട്ട് ചെയ്യാൻ പറ്റൂല. അപ്പം താങ്ക് യു സോ മച്ച് വാച്ചിങ് ഗൈസ്. ഐ ലവ് യു ഓൾ. ബൈ ബൈ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഉറക്കെ പറയും. 1 2 3 ഇടുക കരം കട്ടേ.